നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നാഷണൽ ഹൈവേ 66 നിന്നാണ്, കുടിയിൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുംബൈ ടു കന്യാകുമാരിയാണ്. 1622 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. കേരളത്തിൽ ഇത് കാസർഗോഡ് തലപ്പാടിയിൽ നിന്നും തിരുവനന്തപുരം വരെയാണ്. ഇപ്പോൾ ഈ ഹൈവേ 6 ലൈൻ ആണ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാപ്പുഴ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ആ കാണുന്നതാണ് കൊച്ചിൻ വാട്ടർ മെട്രോ. ഇത് ഏലൂരിലേക്കാണ് യാത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഇത് യാത്ര ആരംഭിച്ചിട്ടില്ല. ചെറിയൊരു ഫെയർ സ്റ്റേജാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലേക്കുള്ള വഴിയിലേക്കാണ് തിരിയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടിയാണ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ കാഴ്ചകളും കാണാൻ നമുക്ക് സാധിക്കും. പ്രണയിനികളുടെ തീരം എന്നാണ് ഇതറിയപ്പെടുന്നത്. 1980 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചിട്ട് രാജേന്ദ്ര മൈതാനം വരെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിരവധി ബോട്ട് ജെട്ടികൾ വരുന്നുണ്ട്. 3 ബ്രിഡ്ജുകൾ വരുന്നുണ്ട്. ഈ ബ്രിഡ്ജുകളുടെ റെയിൻബോ ബ്രിഡ്ജ്, ചൈനീസ് ബ്രിഡ്ജ്, നെറ്റ് ബ്രിഡ്ജ് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം ആണ്. നമുക്ക് കായൽ തീരത്തിൻ്റെ ഭംഗി നല്ലവണ്ണം ആസ്വദിക്കാൻ സാധിക്കും. അമ്മൂസും മിന്നൂസും ഗോഡും റോസും ഇതിൻ്റെ ഭംഗികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമിലാണ് ഇവരിവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ചൈനീസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ചൈനീസ് ബ്രിഡ്ജ് എന്ന്. ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഇതിൻ്റെയൊക്കെ ഭംഗി നല്ലവണ്ണം ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവരും വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. നാല് പേരും കൊച്ചി കായൽ തീരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് പതുക്കെ നടന്ന് പോകാൻ പോകുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ബോട്ട് സർവീസിലേക്കാണ്. നിസ്സാര പൈസയ്ക്ക് നമുക്ക് ബോട്ട് സർവീസ് നടത്താൻ സാധിക്കും. ഞങ്ങളിവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്ക് 6 രൂപ എന്ന സ്ഥിതിയിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ബോട്ട് ഡ്രൈവർ, സ്രാങ്ക്, പിന്നെ അതൊക്കെ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എനിക്കറിയില്ല. എന്നാലും നമുക്ക് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് കാണുകൊണ്ടിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൊച്ചിൻ ഷിപ്പ് യാർഡും കൊച്ചിൻ നേവൽ ബേസും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് 6 രൂപയാണ് ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ അതിൻ്റെ ഫെയർ ചാർജ് ആയത്. നമുക്ക് നല്ല ഭംഗി കാണാൻ സാധിക്കും. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ബോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കൂനംകുരിശ് സത്യം എന്ന് പറഞ്ഞ മട്ടാഞ്ചേരി കുരിശിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ സഭയെ പോർച്ചുഗീസ് ജെസ്യൂട്ട് പാദന്മാരിൽ നിന്നും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ നടത്തിയിരുന്ന ഒരു പീഡനത്തിനെതിരെ അന്നത്തെ ക്രിസ്ത്യാനികൾ ഇവിടെ കാണുന്ന ഈ കുരിശിന്മേൽ ഒരു വലിയൊരു കയർ കെട്ടി ഏകദേശം 2500ഓളം പേരുണ്ടായിരുന്നാണ് അന്നത്തെ രേഖകളിൽ പറയുന്നത്. ഒരു സത്യം നടത്തി, ഇനി ഇവരുടെ കീഴിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്നില്ല, ഞങ്ങൾ സ്വതന്ത്ര സഭയായിരിക്കുമെന്നാണ് പറയുന്നത്. അത് നടന്നത് 1653 ജനുവരി 3 ഇപ്പോൾ അവിടെ ഒരു ദേവാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഡച്ച് പാലസ് അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയപ്പെടുന്ന ഇതാണ്. ഇത് 1555 പണി സ്ഥിതിച്ചിരിക്കുന്നത്. 1955 പോർച്ചുഗീസുകാർ കേരളവർമ്മ സമ്മാനമായിട്ട് നൽകിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ വളരെയധികം ഹിന്ദു അമ്പലങ്ങളിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ചിത്രപ്പണികൾ ഉണ്ട്. നമുക്കത് വീഡിയോ ചെയ്യാനായിട്ടുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ
കാണിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ചവിട്ടുപടികൾ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതുമൂൽ പ്രത്യേക ഭംഗിയുള്ള ചില കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും സൂക്ഷിച്ചു നോക്കിയാൽ. ഇത് ഡച്ച് മാതൃകയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്ക് കേരള സ്റ്റൈൽ എന്ന് പറയുന്നത് കുത്തനെയുള്ള സ്റ്റെപ്പുകളും ഇതിൻ്റെ ഉള്ളിൽ ചുമർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അനുവാദമില്ല. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല്ലക്കാണ്, രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇത് അന്നത്തെ സ്റ്റാമ്പുകളാണ്. ഇതൊക്കെ ഫോട്ടോസാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പ്രത്യേക അനുവാദം ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അന്നത്തെ ഉപയോഗിച്ചിരുന്ന ഒരു മേശയാണ്. അന്നത്തെ കാലത്തെ സ്റ്റാമ്പുകളും കേരളവർമ്മയുടെ അന്നത്തെ എന്തൊക്കെ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കയറാനായിട്ട് 15 രൂപയാണ് അഡ്മിഷൻ ഫീസ്. കുട്ടികൾക്ക് യാതൊരു 15 വയസ്സ് വരെ കുട്ടികൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ രാജ്യത്തിൻ്റെ അതിർത്തികൾ എവിടെയൊക്കെയാണെന്ന് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇരുന്നാൽ പുറത്തെ കാഴ്ചകൾ കാണാനും വായുസഞ്ചാരത്തിനുമുള്ള പ്രത്യേകതയാണ്. ഇത് അന്നത്തെ രാജാവിൻ്റെ കിരീടമാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ നല്ല ചിത്രപ്പണികൾ ഉണ്ടായിരുന്നതും ഇത് രാജാവ് എന്നുള്ളിരുന്ന മഞ്ചലാണ്. ഇത് കാണുന്നത് അന്നത്തെ രാജാവിൻ്റെ വാളാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൈപ്പിടി ഉണ്ടാകുന്നത് ആനയുടെ പല്ലിൽ നിന്നും. ഇത് രാജാവിൻ്റെ വസ്ത്രങ്ങളാണ്. ഇത് സ്വർണ്ണ നൂലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവിടെ നിരവധി ആയ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ നിത്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് അന്നത്തെ അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ്. ഇത് ചിരവയാണ്. ഇത് ഒരു ചുമർ ചിത്രങ്ങളാണ് അന്നത്തെ ഉപയോഗിച്ചത്. തലപ്പാവുകളാണ് ഇത് അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന. ഇത് അന്നത്തെ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേക മ്യൂസിയം ആക്കിയിട്ടുള്ളതും യുനെസ്കോ പദവിയിലുള്ളതും എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ നിന്നും ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ പോകുന്നത് മട്ടാഞ്ചേരി ജൂതത്തെരുവിലേക്കാണ്. ഈ ജൂതത്തെരുവിൻ്റെ തെരുവുകൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.